എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രഹ്മയുഗം എന്ന സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. മിക്ക ആളുകളും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഇതിന് ഹൈപ്പ് കൂട്ടാൻ മാത്രമായിട്ട് ഒന്നും ചെയ്തിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത്ര ഒരു ഹൈപ്പ് പടത്തിന് വന്നത് എന്ന് നോക്കാം. അപ്പോൾ നേരെ പോയേക്കാം. പേഴ്സണലി എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിച്ചൊരു കാര്യം മമ്മൂക്കയും ഭൂതകാലത്തിന്റെ ഡയറക്ടറായ രാഹുൽ സദാശിവനും ഒന്നിക്കുന്നു എന്നൊരു ഫാക്ടറായിരുന്നു. ഭൂതകാലം OTTയിൽ റിലീസ് ആയിരുന്നെങ്കിലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പടം. സാധാരണ ഹൊറർ സിനിമകളിലെ പോലെ കാറിലും ഒച്ചപ്പാടിലും ഒന്നുമില്ലാതെ മനസ്സിലാണ് പേടി തോന്നിപ്പിച്ചത്. ഓരോ സീനിലും പേടി തോന്നിപ്പിച്ച ഒരു സിനിമ എന്ന് വേണേൽ പറയാം. പിന്നെ ടൈറ്റിൽ അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ അത് കണ്ടപ്പോൾ സെറ്റായി. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. കാരണം 300 വർഷം മുമ്പ് നടക്കുന്ന സ്റ്റോറി ആണെന്ന് ഒരു റൂമർ ഉണ്ടായിരുന്നു. ശരിക്കും ആ ഒരു രീതിയിലുള്ള പോസ്റ്റർ ആയിരുന്നു, അനൗൺസ്മെന്റ് പോസ്റ്റർ ആയിരുന്നു വന്നത്. പിന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് മമ്മൂക്കയുടെ ഒരു ഫസ്റ്റ് ലുക്ക് വന്നു. അതും ഒരു കിടിലൻ ഐറ്റം, ഒരു ഡെവിളിഷ് ലുക്കാണ് പുള്ളിയതില്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിലാണ് പടം വരുന്നതെന്ന് ഒരു ന്യൂസും കണ്ടു. ഇതെല്ലാം കൂടി ഒരു ഹൊറർ പടത്തിൽ. പോരാത്തതിന് മമ്മൂക്ക വില്ലൻ റോൾ ആണെന്നും കേട്ടു. പിന്നെ ഈ ഒരു പടത്തിലോട്ട് കൂടുതൽ അടുപ്പിച്ചത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ആണ്. ഹൊറർ പടങ്ങൾ മേക്ക് ചെയ്യാൻ മാത്രമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി. പിന്നെ ഈ ആഴ്ചയിലായിട്ട് കുറച്ച് പോസ്റ്റേഴ്സ് വന്നായിരുന്നു, സിദ്ധാർത്ഥ് ഭരതന്റെയും അർജുന അശോകിന്റെയും എല്ലാം. പക്ഷേ ഏറ്റവും ആകർഷിച്ചത് മമ്മൂക്കയുടെ ഈ ഒരു പോസ്റ്ററാണ്. 72-ാം വയസ്സിൽ ചൂസ് ചെയ്ത ക്യാരക്ടർ ആണെന്ന് ഓർക്കണം. മമ്മൂക്കയുടെ വേറെ ഏത് സിനിമയെക്കാളും ഹൈപ്പ് ഉണ്ട് ഇതിനിപ്പോൾ. പിന്നെ പടത്തിനെ കുറിച്ചുള്ള ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും പറഞ്ഞിട്ടില്ല. ഫെബ്രുവരി റിലീസ് ആണെന്നൊക്കെ കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് തന്നെ ഒരു കിടിലൻ ടീസർ പ്രതീക്ഷിക്കാം. ഏകദേശം ഒരു 300 വർഷം മുമ്പുള്ള സ്റ്റോറി ആകാൻ തന്നെയാണ് ചാൻസ്. കാരണം പോസ്റ്ററൊക്കെ കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ എന്താണ് രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടർ നമ്മളെ പേടിപ്പിക്കാൻ ചെയ്തു വെച്ചിരിക്കുന്നത്, അത് കാണാനൊരു ആകാംക്ഷയുണ്ട്. ഇതിന് ഹൈപ്പ് കൂടാനുള്ള കാരണം ഇവരുടെ ക്വാളിറ്റി പോസ്റ്റേഴ്സും രാഹുൽ സദാശിവൻ എന്ന ക്രിയേറ്റീവ് ഡയറക്ടറുമാണ്. ടീസർ ആൻഡ് ട്രെയിലർ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് കാണും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് ബ്രഹ്മയുഗം എന്ന സിനിമയെക്കുറിച്ച് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.